ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് +2 ജിയോഗ്രഫിയുടെ വൈവ എക്സാം ഉണ്ടല്ലോ. അപ്പോൾ അതിന് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചിട്ട് എന്ത് ചെയ്യാം ലാസ്റ്റ് പറയാം. കാരണം നിങ്ങൾ ഒരുപാട് പേര് പ്രാക്ടിക്കൽ റിലേറ്റ് ചെയ്തിട്ട് പല കാര്യങ്ങളും റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ട് റിപ്ലൈ തന്നില്ല എന്നുള്ളതും എന്തുകൊണ്ട് വീഡിയോസ് ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെ ഞാനത് പറയാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസ് തൊട്ട് പോകാം. നിങ്ങൾക്ക് ഇതാണല്ലോ ഏറ്റവും ആവശ്യമുള്ളത്. സോ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് വാട്ട് ഡു യു മീൻ ബൈ ഡേറ്റ. എന്താണ് ഡേറ്റ എന്ന് ചോദിക്കാം. നെയിം ദ 3 സോഴ്സസ് ഓഫ് ഡേറ്റ. നമുക്കറിയാം ഡേറ്റ 3 തരത്തിലുണ്ട്. അത് ഏതാണെന്ന് ചോദിക്കാം. പ്രൈമറി ഡേറ്റ എന്താണ്, സെക്കൻഡറി ഡേറ്റാനെ പറ്റിയിട്ട് ചോദിക്കാം. പിന്നെ എന്താണ് വാട്ട് ഈസ് അൺപബ്ലിഷ്ഡ് ഡേറ്റ എന്ന് വെച്ചാൽ എന്താണ്, പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ, പിന്നെ എന്താണ് 2 ടൈപ്പ് ഡേറ്റ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ടാബുലേഷൻ എന്താണ്, ഗ്രൂപ്പ്ഡ് ഡേറ്റ അൺഗ്രൂപ്പ്ഡ് ഡേറ്റ ഉണ്ട്. പിന്നെ എന്താണ് മെഷേഴ്സ്, വാട്ട് ആർ ദ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി റിലേറ്റ് ചെയ്തിട്ട് വരാം. മോഡ് നമുക്ക് പ്രാക്ടിക്കലിന് കാൽക്കുലേഷനും വരാറുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബാർ ഡയഗ്രാം നമുക്ക് വരയ്ക്കാൻ പ്രാക്ടിക്കലിനും ചോദിക്കാറുണ്ട്. സോ ബാർ ഡയഗ്രാം ഇപ്പോൾ എന്താണെന്നുള്ളത്, ഇനി പൈ ഡയഗ്രാം എന്താണെന്നുള്ളത് ചോദിക്കാം. പിന്നെ പോളിഗ്രാഫ്, അതുപോലെ തന്നെ ഡോട്ട് മാപ്പ് എന്താണെന്നുള്ളത് ചോദിക്കാം. വാട്ട് ഈസ് ആൻ ഐസോപ്ലത്ത് മാപ്പ് എന്താണെന്ന്. ദെൻ GISനെ പറ്റിയിട്ട് ചോദിക്കാം. പിന്നെ എന്താണ് വെക്ടർ ഡേറ്റ. ഓക്കെ, ഇത് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ടോപ്പിക്സും ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസും ഇത് റിലേറ്റ് ചെയ്ത് തരുന്ന ബാക്കി ഫാക്ട്സ് ഒക്കെ ഒന്ന് വായിച്ചിട്ട് പോവാട്ടോ. എടാ, ഒരു കാര്യം കൂടി ഇതിൻ്റെ അവസാനം ഞാനൊന്ന് ഷെയർ ചെയ്യാണ് കേട്ടോ. അതായത് കുറച്ച് പേര് എന്താണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് ജോഗ്രഫി പ്രാക്ടിക്കൽ റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനതിന് റിപ്ലൈ തന്നിട്ടില്ല. ആൻഡ് ഓൾസോ ഞാനൊന്നും ചെയ്തിട്ടുമില്ല. ഞാൻ നമ്മുടെ ചാനലിൽ യഥാർത്ഥത്തിൽ എന്താണ് ജനറലായിട്ടുള്ള ജോഗ്രഫി പ്രാക്ടിക്കൽ റിലേറ്റ് ചെയ്തിട്ട് ജനറലായിട്ടുള്ള വീഡിയോസാണ് കേട്ടോ ചെയ്തത്. അതായത് 2-3 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, നോക്കിയാൽ മതി. ആൻഡ് അതെന്ന് പറയുമ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്ങനെയാണ്, അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ്. അതും മുന്നേ ഒരു 2-3 പിള്ളേർ അങ്ങനെ കമൻറ്റ് ഇട്ടതുകൊണ്ടാണ് അങ്ങനെ ജനറൽ ആയിട്ടുള്ള രീതിയിൽ വീഡിയോസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് കുറച്ച് പേര് കമൻറ്റിൽ എന്താണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ആൻസേഴ്സ് റിലേറ്റ് ചെയ്തിട്ട് എക്സ്പ്ലനേഷനായിട്ട് നല്ല രീതിയിൽ വീഡിയോസ് ചെയ്യാവോ, കാൽക്കുലേഷൻ റിലേറ്റ് ചെയ്ത് ചെയ്യാവോ എന്നൊക്കെ. എടാ, സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ +2 ജോഗ്രഫി അല്ലായിരുന്നു കേട്ടോ. ഞാൻ സോഷ്യോളജി ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനൊരു ആ ഒരു ബേസിലാത്തണം ഞാനത് ചെയ്തിട്ടില്ലല്ലോ സംഭവം പ്രാക്ടിക്കലൊന്നും. ആൻഡ് ഓൾസോ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഡീപ്പറായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് എടുത്തിട്ട് അങ്ങനെയൊന്നും വീഡിയോസ് ചെയ്യാത്തത്. ഓക്കെ, പിന്നെ ഒരു വൈവ ക്വസ്റ്റ്യൻസ് ആയാലും എന്താ പറയുക, ഞാൻ ഈ ജോഗ്രഫി പഠിക്കുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഇത് ഇപ്പോൾ ഈ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അതാണ് റീസൺ എന്തുകൊണ്ട് ഞാൻ റിപ്ലൈ തന്നില്ല. ആൻഡ് ഓൾസോ ഞാൻ ഇത് റിലേറ്റ് ചെയ്തിട്ട് വേറെ വീഡിയോസ് ഒന്നും ചെയ്യാത്തതിൻ്റെ റീസൺ അതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബാക്കി വിഷയങ്ങളൊക്കെ നമുക്ക് ഉറപ്പായിട്ടും വരുന്നുണ്ട്. ഞാൻ അങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹിസ്റ്ററി, പൊളിറ്റിക്സ്, എക്കണോമിക്സ്, സോഷ്യോളജി ഒക്കെ വരുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് മോഡൽ എക്സാം റിലേറ്റ് ചെയ്തിട്ടൊക്കെ വീഡിയോസ് വരുന്നുണ്ട്. ഞാൻ അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഡെയിലി. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാം. അപ്പം നിങ്ങൾ എന്താക്കുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഓൾസോ ബാക്കി വിഷയങ്ങൾ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ.